ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നയനയുടെയും ആദർശിന്റെയും വരാനിരിക്കുന്ന വിശേഷത്തിലേക്കൊക്കെ അങ്ങ് കടക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ നയനയെ ദേവയാനി കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ലാട്ടോ. നമ്മുടെ ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞു. കരള് കൊടുത്തത് നയനയാണെന്നറിഞ്ഞു. നയനയെ മരുമകളായല്ല, മകളായിട്ട് തന്നെ സ്വീകരിച്ചു കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്ന് കഴിഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് ഉച്ചയ്ക്ക് നമ്മൾ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരും. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. വേറെ ആരും എന്ന് പറഞ്ഞാല് അനാമികയോ ജലജയോ ജാനകിയോ ഒന്നും ഈ വിവരം അറിഞ്ഞിട്ടില്ല. സ്നേഹത്തോടെ അല്ല കൂട്ടിക്കൊണ്ടു വന്നത്, അടുക്കള ജോലിക്ക് വേണ്ടി മാത്രമാണ് നയനയെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നാണ് ദേവയാനി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മുത്തശ്ശിയോടും ദേവയാനി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ആ ഒരു വിശേഷമാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പം നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ അനാമികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. വെറും വേലക്കാരി ആയിട്ടാണല്ലോ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് നയനെ. അപ്പൊ അതുകൊണ്ട് നിലത്തൊന്നും അല്ല കേട്ടോ. പക്ഷെ ഈ ദേവയാനിയുടെ സ്വഭാവം ഒന്നും ജാനകിക്ക് പോലും ചില സമയം പിടിക്കുന്നില്ല. കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നില്ല, അതുപോലെ തന്നെ ചീപ്പില് മുടി അതേപടി ചീകി വെക്കുകയും അവിടെ ഏതെങ്കിലും ഒരു മൂലക്കിട്ടിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നു. ഇത് മൂർത്തി കാണുന്നുണ്ട്. മൂർത്തിക്ക് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നുവാണ്. വളരെ നീറ്റായിട്ട് പോകുന്ന ഒരു കുടുംബമാണല്ലോ അനന്തമൂർത്തിയുടെ കുടുംബം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും വലിച്ചൊക്കെ എറിയുന്നതൊക്കെ ഇത് കണ്ടിട്ട് കുറെ തവണ അനാമികയെ വാണിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ പറയുന്നത് സ്വന്തം വീട്ടിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ ജാനകിക്കും അത്രയ്ക്ക് അങ്ങോട്ട് അനാമിക അങ്ങോട്ട് എന്താ പറയാ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിൽ ഇതൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ എണീക്കില്ല, ഒരു നല്ലൊരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഒരു കുടുംബസ്ഥ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല നമ്മുടെ അനാമിക. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ പൊക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ദേവയാനി ഒരു തീരുമാനം എടുക്കുകയാണ്. അനാമികയോട് പറയുകയാണ്, മോളെ ഞാൻ നിനക്ക് കുറച്ച് സ്വർണം തന്നായിരുന്നല്ലോ, അതായത് ആ നെക്ലേസ് കാണാതെ പോയായിരുന്നല്ലോ, അപ്പം ആ ഒരു കുറച്ച് സ്വർണങ്ങളൊക്കെ കൊടുത്തായിരുന്നല്ലോ, അതിൽ കുറച്ച് വിക്കി അങ്ങോട്ടൊക്കെ ചെയ്തു അനാമികയുടെ അച്ഛൻ, എന്നിട്ടാണ് കടമൊക്കെ തീർത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി ചോദിക്കുകയാണ്, എനിക്ക് ആ സ്വർണം തിരികെ ഒന്ന് വേണമായിരുന്നു. അപ്പൊ മോൾ ഒരു കാര്യം ചെയ്യുവോ, ആ സ്വർണം വല്യമ്മയ്ക്ക് ഒന്ന് തരുവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാ, നമ്മുടെ അനാമികയ്ക്ക് അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ലാത്തൊരവസ്ഥ. കാരണം ആ സ്വർണങ്ങളൊന്നും ഇപ്പൊ ഇല്ല, അതെല്ലാം വേണുകൊണ്ട് പണയം വെച്ചു. വേണുകൊണ്ട് പണയം വെക്കുകയല്ല, വിൽക്കുക തന്നെ ചെയ്തു. വിറ്റിട്ട് കടം തീർത്തു. അപ്പൊ പെട്ടെന്ന് അനാമികയ്ക്ക് എന്തു പറയണമെന്നറിയില്ല. അപ്പോഴത്തേക്കും ചോദിച്ചു, അല്ല ഇപ്പൊ എന്തിനാ വല്യമ്മ ആ സ്വർണ്ണമൊക്കെ എന്നോട് ചോദിക്കുന്നത്? എന്തു പറ്റി വല്യമ്മയ്ക്ക് ആ സ്വർണം തിരിച്ചു വേണമെന്ന് പറയേണ്ടതല്ലായിരുന്നുവല്ലോ, പിന്നെ എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം എന്നിങ്ങനെ ചോദിച്ചു. നമ്മുടെ നാഗവല്ലി ചോദിക്കുന്നത് പോലെ പെട്ടെന്ന് എന്താ ഒരു മനമാറ്റം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, അത് വേറെ ഒന്നുമല്ല, അതിങ്ങനെ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന സ്വർണ്ണമാണല്ലോ, അപ്പൊ അതെനിക്കൊന്ന് കാണണം എന്നൊക്കെ തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മോളോട് ചോദിച്ചത്. മോളുടെ റൂമിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പം ജലജയം ചോദിച്ചു, അല്ല ഇപ്പൊ എന്തിനാ ഏട്ടത്തിക്ക് ആ സ്വർണം, അനാമികയ്ക്ക് കൊടുത്ത സ്വർണ്ണമല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഏട്ടത്തിക്ക് ആ സ്വർണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജലജയ് എനിക്കത് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് ഇവളോട് ചോദിച്ചു. അത് ഇത്ര വലിയ തെറ്റൊന്നുമായിട്ട് ആരും കാണണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ജാനകിയും പറഞ്ഞു, ഇതെന്തോ എന്റെ മരുമോളെ വിശ്വാസം ഇല്ലാത്തതുപോലെയാണല്ലോ ഏടത്തി പറയുന്നത്, എന്റെ മരുമോള് ആ സ്വർണം എന്തോ ചെയ്തു എന്നൊക്കെ ഓർത്തിട്ടാണോ ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതോ ഇനിയിപ്പം സ്വന്തം മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയോന്ന് ചോദിച്ചപ്പോ എന്ത് വർത്താനമാ ജാനകി നീ പറയുന്നത്? എന്റെ അനാമിക മോള് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വേറെ ആരും ഉള്ളൂ, അത് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത്? അത് എന്റെ സ്വർണ്ണാഭരണങ്ങളാണ്, എന്റെ മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ച സ്വർണ്ണാഭരണങ്ങളാണ്, അതൊരിക്കലും വിൽക്കാനോ പണയം വെക്കാനോ ഉള്ളതല്ല, അത് ഇവളിട്ട് എനിക്ക് കാണാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ അതൊന്ന് കാണാൻ തോന്നി, അത് ഞാൻ ഇവളോട് ചോദിച്ചതിന് ഇത്ര പ്രശ്നമൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കാണ് നമ്മുടെ അനാമിക പറഞ്ഞത്, അത് പിന്നെ വല്യമ്മേ അതിപ്പോ എന്റെ കയ്യിൽ ഇല്ലാന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും തന്നെ ജലജ മനസ്സ് വിചാരിക്കുക, എന്തോ വശവശൊക്കെ ഉണ്ടല്ലോ, ഇവളെ ആകെ മൊത്തം ഒരു പരികിക്കളിയാണല്ലോ, ഇനിയിപ്പൊ ഇവൾ ഈ സ്വർണ്ണം എല്ലാം എടുത്ത് വിറ്റ് കാണുമോ എന്ന് ജലജയ്ക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു കള്ളീനെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ജലജയ്ക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ജാനകി പെട്ടെന്ന് ചോദിച്ചു, അല്ല മോളെ ആ പണമല്ല,
ആ സ്വർണ്ണാഭരണങ്ങൾ എന്തിനാ മോള് ഇവിടെ വെക്കാതെ പിന്നെ എവിടെയാ അപ്പം പറഞ്ഞു ലോക്കറിൽ കൊണ്ട് വെച്ചത് നമ്മുടെ അനാമിക പറഞ്ഞു. അതെന്തിനാ ലോക്കറിൽ വെച്ചതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന അത്രയ്ക്ക് സേഫ് അല്ലെന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. കാരണം ഒരു മാല അതിൽ നിന്ന് കാണാതെ പോയത് അറിയാലോ. അതുപോലെ ഇവിടുന്ന് പല കള്ളികളും അത് എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ലോക്കറിൽ കൊണ്ടുവച്ചത്. ഏതായാലും ഒരു ദിവസം താമസം ഞാൻ അച്ഛനോട് പറഞ്ഞ് അത് എടുപ്പിക്കാന്ന് പറഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, അത് കുഴപ്പമില്ല മോളെ, ആയിക്കോട്ടെ, ലോക്കറിൽ നിന്ന് എടുത്തോണ്ട് വന്നാൽ മതി, നമുക്ക് നാളെ കാണാം, അത് നാളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ആകപ്പാടെ വേർത്തു പോയില്ലേ നമ്മുടെ ആര് ദേവയാനിയല്ല, അനാമിക. അനാമിക നേരെ പിന്നെ വിളിക്കുന്നത് ജാനകീനെയല്ല, നമ്മുടെ വേണുവിനെയും രേവതിനെയുമാണ്. അങ്ങനെ വേണുവിനെയും രേവതിനെയും ഫോൺ വിളിക്കുന്നു. അങ്ങനെ വേണു ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടോന്നോ, ഇവിടെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്, എന്തു പറ്റി, നയനേനെ കൊണ്ടുവന്നെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു, മോള് പറഞ്ഞായിരുന്നല്ലോ, ഇനിയിപ്പം ആ രീതിയിൽ നയന എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ നിന്നോട് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എന്റെ പൊന്നച്ഛാ നയന ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടത്തെ ആ കളവി ഉണ്ടല്ലോ, ആ ദേവയാനി, ആ ആനക്കിപ്പം എന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണുന്നെന്ന്, ആ ആന തന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇപ്പൊ കാണുന്നെന്ന്. എന്ത് ചെയ്യാനാ ഞാന്, അതെല്ലാം എന്റെ അച്ഛൻ പൊന്നാര അച്ഛൻ എടുത്തോണ്ട് പോയില്ലേ അച്ഛന്റെ കടബാധ്യത തീർക്കാന്. അയ്യോ മോളെ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു, സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോ? ഹേയ്, സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ മാത്രം ഞാൻ മണ്ടിയൊന്നും അല്ല, ഞാനത് ലോക്കറിൽ വെച്ചേക്ക് വന്നാ പറഞ്ഞത്. ഓ, ആശ്വാസമായി. പിന്നെ നീ എന്റെ മോളായോണ്ട് നിനക്ക് പ്രത്യേകിച്ച് നുണ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അച്ഛാ, എനിക്കിപ്പൊ ഇതൊന്നും അല്ല അറിയേണ്ടത്, ഇതിനൊരു പരിഹാര മാർഗം കണ്ടുപിടിച്ച് താ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും കൊണ്ട് കാണിക്കണം. ഇതിപ്പോ ഈ തറവാട്ടിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ എന്റെ സ്ഥാനം നഷ്ടപ്പെടും. പിന്നെ നോക്കിക്കോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുത്തു തരണമെന്ന് പറഞ്ഞു. എന്താ മോളെ നീ പറയുന്ന, ആ സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുത്തു തരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ പലിശക്കാരന് കൊണ്ട് കൊടുത്തത് വിറ്റ് പോവുക ചെയ്തു. പിന്നെ എന്താ ചെയ്യുക ഇപ്പം? അല്ല, മോളുടെ കയ്യില് ആ സ്വർണ്ണാഭരണങ്ങളുടെ ഫോട്ടോ വല്ല ഇരിപ്പുണ്ടോന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഫോട്ടോ ഉണ്ട്, അതെല്ലാം ഇട്ട് ഞാനൊരു ഫോട്ടോ എടുത്തായിരുന്നു. കാരണം എനിക്ക് സ്വർണ്ണം ഇടാനൊക്കെ ഭയങ്കര കൊതിയായിരുന്നല്ലോ. അത്രയും സ്വർണം കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഇതുവരെ. ഒരു മുട്ടുകമ്മല് പോലും ഇടാൻ ഗതിയില്ലാത്തടത്താന്ന് ഇവർക്കറിയില്ലെങ്കിലും അത് ഞാൻ റൂമിൽ നിന്ന് ആ സ്വർണ്ണാഭരണങ്ങളും ഫുള്ളെടുത്തിട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യേ, ആ ഫോട്ടോ ഇങ്ങോട്ട് അച്ഛൻ അയച്ചു തരാൻ പറഞ്ഞു. അച്ഛൻ എന്തിനാ ആ ഫോട്ടോ, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ദേ മോളെ ഇത്രയും നാളും അച്ഛൻ വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് നല്ല കാര്യം മാത്രം അച്ഛൻ ചെയ്തു തരുള്ളൂ, മോൾക്ക് ദോഷമൊന്നും ചെയ്തു തരൂലെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അനാമിക ഇത് എന്തിനായിരിക്കും ഈ ഫോട്ടോ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ തപ്പിപ്പറക്കി അയച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫോട്ടോ എന്തിനാ, ഈ ഫോട്ടോയും കൊണ്ട് എന്തുണ്ടാക്കാനാ? എടി, നീ ഈ വേണുവിനെ കുറിച്ചിട്ട് എന്താടി വിചാരിച്ചിരിക്കുന്നത്? ഈ ഫോട്ടോ എന്തിനാണെന്ന് നിനക്ക് അറിയണമല്ലേ? ഈ ഫോട്ടോ വേറൊന്നിനുമല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് നാളെ ദേവയാനി ചെക്ക് ചെയ്യും. ആ ദേവയാനി ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഡിസൈൻ പോലും മാറിപ്പോകാതെ ഈ സ്വർണ്ണാഭരണങ്ങൾ അവിടെ എത്തണമല്ലോ. അല്ല, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുക്കുപണ്ടം ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. ഈ ഒരു ദിവസം കൊണ്ട് ഞാന് കുറച്ച് മുക്കുപണ്ടങ്ങള് ഇതേ രീതിയിൽ തന്നെ, ഇതേ കൊത്തുപണിയിൽ തന്നെ ഉണ്ടാക്കി വെക്കാൻ പോവാന്ന് പറഞ്ഞു. വേണുവേട്ടാ, അതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ട് പ്രാക്ടിക്കൽ ആയിക്കൂടാ? ഇതുപോലെ എത്ര തവണ ഞാൻ മുക്കുപണ്ടം ഉണ്ടാക്കിയേക്കുന്നു, വിറ്റേക്കുന്നു, പണയം വെച്ചിരിക്കുന്നു. പുറത്ത് കുറച്ച് സ്വർണം കൂടെ പൂച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാനേ പോകുന്നില്ല. ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയ അപ്പാഴേ ആഭരണങ്ങൾ പോലെ തന്നെ ഇരിക്കും. ഏതായാലും ഞാൻ എന്റെ കൂട്ടുകാരനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ കൂട്ടുകാരനെ വിളിക്കാം. അങ്ങനെ കൂട്ടുകാരനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അതെ, ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല രാജേന്ദ്ര, ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് കുറച്ച് സ്വർണങ്ങള് പണിയിച്ചു തരണം. സ്വർണ്ണമല്ല, മുക്കുപണ്ടമാണ്. ഞാൻ ഫോട്ടോസ് ഒക്കെ തരാം, അതേപടി അതേ പൊലിമയില് തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞപ്പോ, അതേ പൊലിമയിലും അതേ പടിയൊക്കെ തരാം. പക്ഷെ താന് എന്നെ പറ്റിക്കുവോ? താന് സ്ഥിരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് 5 പൈസ തരാതെ മുങ്ങുവല്ലേ ചെയ്യുന്നത്. ഈ തവണ പേടിക്കാനൊന്നുമില്ല എന്റെ പൊന്നു രാജേന്ദ്ര. ഞാന് അനന്തപുരി തറവാട്ടിലെ ആളാണെന്ന് അറിയാലോ. അതുകൊണ്ട് എന്നെ വിശ്വസിക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുക. എങ്കിൽ പിന്നെ ആ ഫോട്ടോ ഒക്കെ അയച്ചു തന്നേരെ. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ അവിടെ എത്തിയിരിക്കും, തനി തങ്കം പോലെ തന്നെ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഏതായാലും കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്നുള്ള ഒരിതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വേണു കക്കാൻ പഠിച്ചിട്ട് നിൽക്കാൻ തന്നെ പഠിക്കുകയാണ്. അങ്ങനെ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആരും കാണാതെ രാവിലെ നമ്മുടെ വേണു കൊണ്ടുപോയി അനാമികനെ ഏൽപ്പിക്കുകയാണ്. അനാമിക ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടിട്ട് ഞെട്ടിപ്പോയില്ലേ. പഴയ സ്വർണത്തിനേക്കാളും നല്ല സ്വർണം,
സ്വർണം പോലെ തന്നെ ഇരിക്കുന്നു. ഓ അച്ഛാ, അച്ഛന്റെ ഒരു ബുദ്ധി, പിന്നെ ഈ ബുദ്ധി കൊണ്ടാ ഈ അച്ഛൻ ഇവിടെ വരെ എത്തിയതെന്ന് മോൾക്ക് അറിയാലോ. ഏതായാലും മോള് വിഷമിക്കണ്ട, ഇത് കൊണ്ടുപോയി ആ തള്ളയുടെ കൈ കൊടുക്ക്, ആ തള്ള എന്തെങ്കിലും കാണിക്കട്ടെ. എന്നിട്ട് മോള് പറഞ്ഞോണം, ഇത് എനിക്കിനി തരണ്ട, ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന്. അപ്പൊ മോളോടുള്ള ആ ഒരു വിനയവും സ്നേഹവും ഒക്കെ കൂടും. ഈ മുക്കുവണ്ടങ്ങള് ഇനിയിപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തിനാ വെറുതെ. പിന്നെ അനന്തപുരിക്കാരുടെ സ്വഭാവം അനുസരിച്ച് ഇത് വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പോകുന്നില്ല. അവർക്ക് ഈ പൈസയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയുള്ളൂ. പിന്നെ മോൾക്ക് ടെൻഷൻ അടിക്കാനും ഇല്ലാന്ന് പറഞ്ഞു. അനാമിക ഏതായാലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ദേവയാനിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ദേവയാനി ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ഒരു ഞെട്ടുകയാണ് കേട്ടോ. കാരണം ഇതെന്തു പറ്റി അനാമികെ, ഈ സ്വർണത്തിന് നല്ല നിറവും നല്ല ഇതൊക്കെ ഉണ്ടല്ലോ, പൊലിമയൊക്കെ ഉണ്ടല്ലോ, പൊലിമയല്ല നല്ല തിളക്കമൊക്കെ ഉണ്ടല്ലോ, ഇതെന്തു പറ്റി? ഇത് ഞാൻ തന്നെ സ്വർണ്ണമല്ലേ? അയ്യോ, ഇത് വല്യമ്മ തന്നെ സ്വർണം തന്നെയാ, പക്ഷെ ഇത് ഞാനിന്ന് പോളിഷ് ചെയ്യുകയും കുറച്ച് സ്വർണം പൂശുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പഴയതല്ലായിരുന്നോ, നമ്മൾ ഇടുമ്പം കുറച്ച് തിളക്കവും ഡിമാൻഡൊക്കെ വേണമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പം ഏതായാലും അതേപടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഈ സ്വർണം നമ്മുടെ ദേവയാനി കയ്യിൽ വെക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇനിയിപ്പം ഈ ഒരു വിശേഷം അവസാനിക്കുന്നത്. ഇതിലും കൂടുതൽ ഭാഗങ്ങളൊക്കെ കാണുമായിരിക്കും. ഏതായാലും ഇതിന്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുക. നമ്മൾ നാളെ ഒരു 12:30 വരും. അപ്പം അടുത്ത വിശേഷം നമുക്ക് നാളെ കേൾക്കാം. ഏതായാലും ഈ മാലയെല്ലാം എടുത്ത് നമ്മുടെ ദേവയാനി, ഈ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് നമ്മുടെ ദേവയാനി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ നയനയ്ക്ക് കൊടുക്കുവോ, എല്ലാവരും സത്യം അറിയുവോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആകട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഉച്ചയായി, പകുതി ഞായറാഴ്ച കഴിഞ്ഞെന്നറിയാം, എങ്കിൽ പോലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.